പുഞ്ചക്കാട് സെന്റ് മേരീസ് യു പി സ്കൂൾ കാർഷിക കിരീടം ജയോത്സവം സംഘടിപ്പിച്ചു. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. കേരള സർക്കാർ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കാർഷിക പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാനത്തെ മികച്ച വിദ്യാലയത്തിനുള്ള പുരസ്കാരം 1ാം സ്ഥാനവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മികച്ച പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാനതല പുരസ്കാരം 3ാം സ്ഥാനവും നേടിയ പുഞ്ചക്കാട് സെന്റ് മേരീസ് യു പി സ്കൂൾ കാർഷിക കിരീടം ജയോത്സവം സംഘടിപ്പിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ഷാൻലി ഫിലിപ്പ് സ്വാഗതവും വാർഡ് കൗൺസിലർ വസന്ത രവി അധ്യക്ഷതയും വഹിച്ച പരിപാടി പയ്യന്നൂർ കൃഷി ഓഫീസർ AV രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമുക്ക് ഭക്ഷണത്തിന് പകരം വേറെ ഒന്നില്ല. അപ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്, അല്ലേ? എന്താ കഴിച്ചത്? ചിലവർ ദോശ കഴിച്ചിട്ടുണ്ടാവും, അല്ലേ? ചിലവർ ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മയോ അച്ഛനോ, അല്ലേ, അല്ലെങ്കിൽ മറ്റുള്ളവരോ ഭക്ഷണം ഉണ്ടാക്കി തരും. ഈ ഭക്ഷണം എവിടുന്നാണ് വരുന്നത്? ആ ഭക്ഷണം നമ്മൾ സ്വയം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതായിരിക്കും, ആണല്ലോ. അപ്പോൾ അതിനൊരു മാതൃകയായിട്ട് നമ്മുടെ സ്കൂള് മാറിയിരിക്കുകയാണ്. വിഷരഹിതമായ പച്ചക്കറികൾ ഒരു 60 സെൻറ്റിലധികം സ്ഥലത്ത് നമ്മൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ, അല്ലേ? അതിനാണ് ഏറ്റവും മികച്ച കാർഷിക പ്രവർത്തനം നടത്തുന്ന നമ്മുടെ സംസ്ഥാനത്തിലെ വിദ്യാലയത്തിന് നൽകുന്ന അവാർഡ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ചെറിയ കാര്യമല്ല. നമ്മുടെ സംസ്ഥാനത്തെ മികച്ച വിദ്യാലയമായിട്ട് നിങ്ങൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി, അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം. സ്കൂളിന് കാർഷിക പുരസ്കാരം കരസ്ഥമാക്കാൻ സജീവമായി മുന്നിൽ നിന്ന കൃഷി ഓഫീസർ EP ജീവാനന്ദനെ വേദിയിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. PTA പ്രസിഡന്റ് അനിൽകുമാർ KV, വിദ്യാർത്ഥി പ്രതിനിധി കുമാരി, ദേവാനന്ദ P എന്നിവർ സംബന്ധിച്ചു. കേരളത്തിലെ ആയിരക്കണക്കിന് സ്കൂളുകളിൽ ഏറ്റവും വലിയ വിഷയത്തിലുള്ള ഒരു മത്സരത്തിൽ, അതായത് കാർഷിക മേഖലയിലെ ഒരു മത്സരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ വർഷവും വളരെ സജീവമായിട്ട് വളരെ കൃത്യമായ മൂല്യനിർണ്ണയം നടത്തി ഏറ്റവും മികച്ചതിന് മാത്രം അർഹിക്കുന്നവർക്ക് മാത്രം നൽകുന്ന ഒരു വലിയ അവാർഡ്. ആ അവാർഡ് 1ാം സ്ഥാനം കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല, വളരെ വലിയ ഒരു വിജയമാണ്. അങ്ങനെ വിജയം കൈവരിച്ച് കേരളത്തിലെ ആയിരക്കണക്കിന് സ്കൂളുകളെ പിന്നിലാക്കി 1ാം സ്ഥാനം കരസ്ഥമാക്കിയ അവാർഡ് ജേതാക്കളുടെ ഇടയിൽ നിന്നാണ് സംസാരിക്കുന്നത്. പരിപാടിക്ക് മുന്നേ നിരവധി കുട്ടികൾ കാർഷിക വേഷത്തിൽ അണിനിരക്കുന്ന പ്രൗഢഗംഭീരമായ റാലി നടത്താൻ ഒരുങ്ങിയിരുന്നെങ്കിലും മഴ കാരണം നടത്താൻ പറ്റാത്തത് സംഘാടകരെ നിരാശപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശ്വാസം വലിച്ചോട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.